അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗാണ് പറയാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ടാഗ് ഇതേപോലെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. എന്നാൽ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ കുറച്ച് തെറ്റുകൾ എന്താ പറയുക, എളുപ്പം എന്ന് വിചാരിച്ചിട്ട് നമുക്ക് തെറ്റുകൾ പറ്റാവുന്ന ഇംഗ്ലീഷിലെ ഒരു ടോപ്പിക്കാണ് ശരിക്കും ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ചെറുപ്പം തൊട്ടേ പഠിക്കുന്ന കാരണം കൊണ്ട് വളരെ നമ്മളിപ്പോൾ സ്കൂളുകളിൽ പഠിക്കുമ്പോഴും ഏറ്റവും സിംപ്ലസ്റ്റ് എക്സസൈസ് ആയിരുന്നു ക്വസ്റ്റ്യൻ ടാഗ്. പെട്ടെന്ന് കിട്ടാവുന്ന എന്നാൽ പെട്ടെന്ന് തെറ്റാവുന്നതുമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാത്തിൻ്റെയും ബേസ് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് നമുക്ക് അത്യാവശ്യം ലോജിക്കലി ഒരു ക്വസ്റ്റിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഏറ്റവും വലിയ മാർഗ്ഗം. ഒരു PSC സ്റ്റുഡൻറ്റ് എന്ന നിലയിൽ കുറേ കാണാപ്പാടോ അല്ലെങ്കിൽ ചെയ്തിട്ട് കാര്യമില്ല. വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ പോലും എന്താണ് അത് എന്നുള്ള കുറച്ച് ഒരു ബേസ് അറിഞ്ഞിരിക്കണം. ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് എന്താ ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സെൻറ്റൻസ്, ഒരു അഫേർട്ടീവ് സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സെൻറ്റൻസിനെയോ അല്ലെങ്കിൽ ഒരു ഇമ്പെരറ്റീവ് സെൻറ്റൻസിനെയോ വീണ്ടും ഊന്നി പറയാവുന്ന ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻസ്, ആ സെൻറ്റൻസിൻ്റെ അവസാനം വീണ്ടും ഊന്നി പറയാവുന്ന ചില ഷോർട്ട് ക്വസ്റ്റ്യൻസ്, അതിനെയാണ് ശരിക്കും ക്വസ്റ്റ്യൻ ടാഗ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സെൻറ്റൻസ് ശരിക്കും പഠിക്കുമ്പോൾ നമ്മൾ കുറേ സെൻറ്റൻസ് പഠിക്കുന്നില്ലേ? ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് സെൻറ്റൻസ്, ഇമ്പെരറ്റീവ് സെൻറ്റൻസ്, ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ്, അല്ലേ? അപ്പോൾ അങ്ങനെ എക്സ്ക്ലാമേറ്ററി സെൻറ്റൻസ്, അതൊക്കെ നമുക്ക് വീണ്ടും സെൻറ്റൻസിലേക്ക് പറയാം. അപ്പോൾ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് സെൻറ്റൻസ് എന്ന് പറഞ്ഞ പേരിൽ തന്നെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും ആ സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഇമ്പെരറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു എന്താ പറയുക, പൊളൈറ്റിലോ അല്ലെങ്കിൽ ഒരു ഓർഡറിലോ ഒക്കെ ഒരാളോട് പറയുന്ന രീതിയിലുള്ള സെൻറ്റൻസുകളായിരിക്കും ഇമ്പെരറ്റീവ് സെൻറ്റൻസ് എന്ന് പറയും. ഒരാളോട് ആജ്ഞാപിച്ച് പറയുന്നതോ അല്ലെങ്കിൽ ഒരാളോട് അപേക്ഷിച്ച് പറയുന്നതോ സെൻറ്റൻസ് ആയിരിക്കും. അങ്ങനെ ഈ സെൻറ്റൻസ് എന്ന് പറയുമെങ്കിലും അതൊരു ക്വസ്റ്റ്യനിലാണ് അവസാനിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പൂർണ്ണത കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആ വാലറ്റത്ത് നമ്മൾ കൊടുക്കുന്ന ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് ശരിക്കും ഈ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ചെയ്യുന്നത്. അടുത്ത അതിൻ്റെ ഒരു ബേസ് പോയിന്റ് എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ പോസിറ്റീവ് സെൻറ്റൻസും ഉണ്ട്, നമുക്ക് നെഗറ്റീവ് സെൻറ്റൻസും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ സെൻറ്റൻസുകളെ പോസിറ്റീവും നെഗറ്റീവ് ആക്കിയിരിക്കുന്നത്, നെഗറ്റീവ് ടേമുകൾ അതിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ എന്തായി, നെഗറ്റീവ് സെൻറ്റൻസ് ആയി. ഇപ്പോൾ നമ്മൾ നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ നെഗറ്റീവ് ആവുക എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? നെഗറ്റീവിന് എപ്പോഴും ഒരു വേഴ്സ്റ്റ് മീനിങ് അല്ല ശരിക്കും നമ്മൾ പറയുന്നത്. പോസിറ്റീവ് നല്ലൊരു ഫ്രഷ് മീനിങ് ആയിട്ടും പറയുന്നുണ്ട്. അപ്പോൾ നെഗറ്റീവ് എന്ന് പറയുന്നത് നോ, നോട്ട്, നോ വൺ, നോ ബഡി എന്നൊക്കെ പറയുന്ന രീതിയിൽ നോട്ടൊക്കെ വരുന്ന നെഗറ്റീവ് അർത്ഥം വരുന്ന കാര്യങ്ങളുള്ള സെൻറ്റൻസാണ് നെഗറ്റീവ് സെൻറ്റൻസ്. പോസിറ്റീവ് സെൻറ്റൻസ് പറഞ്ഞാൽ സാധാരണ നോർമൽ സെൻറ്റൻസുകളെ നെഗറ്റീവ് വേർഡ്സുകൾ വരുന്നില്ലെങ്കിൽ അതിനെ പോസിറ്റീവ് സെൻറ്റൻസ് ആയിട്ട് കണക്കൂട്ടുന്നു. അപ്പോൾ നെഗറ്റീവ് വേർഡ്സിനെ നമ്മൾ സാധാരണ വേർഡ്സ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവും, പോസിറ്റീവ് വേർഡ്സ് ക്വസ്റ്റ്യൻ ടാഗ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോസിറ്റീവ് വേർഡ്സ് ആണ് ചോദ്യമെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അത് മറക്കരുത്. അതാണ് അതിൻ്റെ അടുത്ത ബേസിക് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ഈ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് മറന്നിട്ടില്ലല്ലോ. അതായത് ഇമ്പെരറ്റീവ് സെൻറ്റൻസിനെയോ സ്റ്റേറ്റ്മെൻറ്റ് സെൻറ്റൻസിനെയോ അതൊരു ക്വസ്റ്റ്യൻ ആയിട്ടുള്ള സെൻറ്റൻസുകളെ ഊന്നി പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ ആണോ അല്ലേ, നമ്മളൊരു കാര്യം ചോദിച്ചാൽ ഉറപ്പില്ലാത്ത പോലെ ആണോ അല്ലേ, അവനൊരു ടീച്ചറാണെന്ന് തോന്നുന്നു അപ്പോൾ ആണോ അല്ലേ, അപ്പോൾ അങ്ങനെ ലാസ്റ്റ് ചോദിക്കുന്ന ഷോർട്ട് നോട്ട്സ് അല്ലെങ്കിൽ ഷോർട്ട് ക്വസ്റ്റ്യൻസിനെയാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. അതിൻ്റെ അടുത്ത ബേസിലേക്ക് പോകുമ്പോൾ എന്താ, രണ്ട് തരം ക്വസ്റ്റ്യൻസ് ആണുള്ളത്. പോസിറ്റീവ് ക്വസ്റ്റ്യൻസും ഉള്ളത്, നെഗറ്റീവ് ക്വസ്റ്റ്യൻസും. എങ്ങനെയാണ് ഈ നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് വരുന്നത്? ഈ നെഗറ്റീവ് ടേമുകളായ നോ, നോട്ട്, നോ വൺ, നോ ബഡി, നത്തിങ്, പിന്നെ ഈ പറഞ്ഞ ഹാർഡ്ലി, സ്കേഴ്സ്ലി, ബെയർലി, സെൽഡം, ഫ്യൂ, ലിറ്റിൽ, ഇത്തരം വേർഡുകൾ അതിൽ വന്നു കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ നെഗറ്റീവ് സെൻറ്റൻസുകളാണ് ശരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും അതിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ സാധാരണ ചോദിക്കുമ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് ഇപ്പോൾ ഹീസ് എ ടീച്ചർ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹീ ഈസ് എ ടീച്ചർ, അതാണ് ഒരു ക്വസ്റ്റ്യൻ ടാഗ് ഉള്ളത്. അപ്പോൾ ഹീ ഈസ് എ ടീച്ചർ എന്നുള്ളത് ഒരു പോസിറ്റീവ് സെൻറ്റൻസ് ആണെന്ന് നമുക്ക് മനസ്സിലായി. എന്താ, ഇനി നമ്മൾ ആ ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെ എഴുതുക? ക്വസ്റ്റ്യൻ ടാഗ് എഴുതുന്നത് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ അതിൽ വരുന്നുള്ളൂ. ഒന്ന് അതിലുള്ള വെർബ്, രണ്ട് അതിലെ സബ്ജക്റ്റ്. ഈ വെർബ് ആരാ സബ്ജക്റ്റ് ആരാ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗായി. ഇപ്പോൾ ഹീസ് എ ടീച്ചർ എന്നുള്ള സെൻറ്റൻസിൽ സബ്ജക്റ്റ് എന്ന് പറയുന്ന ആളാരായിരിക്കും? നമ്മൾ മുമ്പ് ബേസുകളിൽ പഠിച്ച പോലെ തന്നെ സബ്ജക്റ്റ് ഹീ ഈസ് എ ടീച്ചർ, അവനൊരു ടീച്ചറാണ്. അപ്പോൾ സബ്ജക്റ്റ് അവിടെ ഹീ ആണ്. ഓക്കെ, ഇനി ഹീ ഈസ് എ ടീച്ചറിൽ സബ്ജക്റ്റ് ഹീ ആണ്. എന്താണ് വെർബ്? പ്രത്യേകിച്ച് വെർബ് പോലും ഉണ്ട് അതിൽ. ഞാൻ പറഞ്ഞു വെർബുകൾ രണ്ട് തരമാണ് പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത്. ഡയറക്റ്റ് വെർബ് എന്ന് നമ്മൾ പറയുന്ന ഈ നേരത്തെ പറഞ്ഞ പോലെ സ്വിമ്മ്, റണ്ണ്, സ്ലീപ്പ് അല്ലെങ്കിൽ സിങ്, ത്രോ എന്നൊക്കെ പറയുന്ന ഡയറക്റ്റ് വെർബുകളും അതിനെ സഹായിക്കാൻ വേണ്ടി വരുന്ന മറ്റ് സഹായക ക്രിയകൾ എന്ന് പറയുന്നു. അപ്പോൾ ഡയറക്റ്റ് വെർബ് ഒരു സെൻറ്റൻസിൽ വന്നില്ലെങ്കിൽ ആ സെൻറ്റൻസിന് പൂർണ്ണമായ അർത്ഥം കിട്ടാൻ വേണ്ടി സഹായിക്കുന്ന ക്രിയകളാണ് സഹായക ക്രിയ. അതിലേതാ സഹായക ക്രിയ? ഹീസ് എ ടീച്ചർ. അപ്പോൾ പറയുമ്പോൾ അവനൊരു ടീച്ചറാകുന്നു എന്ന് പറയുമ്പോൾ ഹീ ഈസ് ആണ് അവിടെ സഹായക ക്രിയയായിട്ട് വരുന്നത്. അപ്പോൾ ആ രണ്ടാൾക്കാരെയാണ് നമുക്ക് എന്തിലേക്ക് ആവശ്യമുള്ളൂ? ക്വസ്റ്റ്യൻ ടാഗിലേക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഈസും കിട്ടി, ഹീയും കിട്ടി സബ്ജക്റ്റ്. അപ്പോൾ ഈസ് ഹീ അതാണോ ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ആൻസർ വരിക? അല്ല. കാരണം എന്താ, തന്നിരിക്കുന്നത് പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. പോസിറ്റീവ് സെൻറ്റൻസ് ആകുമ്പോൾ എന്താ റൂള് പറഞ്ഞിരിക്കുന്നത്? ആ ആളെനെ നെഗറ്റീവ് ആക്കി മാറ്റണം.
അപ്പോൾ എന്താ പറഞ്ഞ ഈസ് ഹി ആണോ വരിക, ഈസിൻ്റെ ഹി ആണോ വരിക, എന്താ നെഗറ്റീവ് ആക്കാൻ നമ്മൾ ചേർക്കുക? പ്രത്യേകിച്ച് നെഗറ്റീവ് വേർഡുകളിൽ ഇപ്പോൾ ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് കൊടുത്ത സ്കേഴ്സ്ലി, ഹാർഡ്ലി, ബേഴ്സ്ലി ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന നെഗറ്റീവ് വേർഡ് നോ അല്ലെങ്കിൽ നോട്ട് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഈസ് നോട്ട് ഹി, അതിന് ചുരുക്കിയിട്ട് എഴുതുമ്പോൾ എന്തായി മാറും? ഈസിൻ്റെ ഹി. അതാണ് ഈ പറഞ്ഞ പോലെ തന്നെ വരുന്നത്. നേരെ തിരിച്ചാണെങ്കിൽ ഹീസ് നോട്ട് എ ടീച്ചർ, ഹീ ഈസ് നോട്ട് എ ടീച്ചർ. അപ്പോൾ എന്തായി? സബ്ജക്റ്റും ഈ വെർബും സെയിം തന്നെയാണ്, ഈസ് തന്നെയാണ് അതിൽ വെർബ് അല്ലെങ്കിൽ ഓക്സിലറി വെർബ്. പിന്നെന്താ സബ്ജക്റ്റ് എന്താ വരുന്നത്? ഹീ തന്നെയാണ്. അപ്പോൾ ഹീസ് നോട്ട് എ ടീച്ചർ. അപ്പോൾ നോട്ട് അവിടെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ അവിടെ വീണ്ടും നോട്ട് ചേർക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പോസിറ്റീവിന് ചേർക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വരുമ്പോൾ ഈസ് ഹീ അത് തന്നെയാണ്. പിന്നെ അതിൽ പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഇതുവരെ സെൻറ്റൻസിൻ്റെ മുഴുവനാക്കില്ല, സെൻറ്റൻസ് തന്നിട്ടൊരു കോമ തന്നിട്ട് അവസാനം ഈ ക്വസ്റ്റ്യൻ ടാഗ് കഴിഞ്ഞിട്ടാണ് ശരിക്കും നമ്മൾ അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം. അതൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ അക്കാഡമിക് ക്ലാസ്സുകളിലൊക്കെ പഠിക്കുമ്പോൾ ടീച്ചേഴ്സ് അതിന് മാർക്കൊക്കെ കുറച്ചിരുന്നു. പക്ഷേ നമ്മൾ PSC സമയത്ത് നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പേപ്പറിൽ ഓൺലൈൻ എക്സാം ആണെങ്കിൽ പോലും ഇതൊക്കെ നമുക്ക് വിസിബിളായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. അപ്പോൾ നമുക്ക് ബബിൾ ചെയ്യുക എന്നുള്ള കണ്ടീഷൻ മാത്രമേ ഇവിടെ ചെയ്യാവുള്ളൂ. എന്നാലും അത് അറിഞ്ഞിരിക്കാൻ പറയണം. ഒരിക്കലും അത് എഴുതുമ്പോൾ സാധാരണ എഴുതി പഠിക്കുമ്പോഴും ക്വസ്റ്റ്യൻ മാർക്ക് ഇടാതെ എഴുതി പഠിക്കുകയോ ചെയ്യുകയോ ചെയ്യരുത്. അപ്പോൾ പ്രധാനമായിട്ട് അതാണ് ശരിക്കും ഇപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യൻ ടാഗിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 പോയിന്റുകൾ. പോസിറ്റീവ് സെൻറ്റൻസ് മനസ്സിലാക്കൽ, നെഗറ്റീവ് സെൻറ്റൻസ് മനസ്സിലാക്കൽ. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഏതൊക്കെയാണ് ഈ നെഗറ്റീവ്സ് അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന നെഗറ്റീവ് വേർഡ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ പ്രധാനമായിട്ടുള്ള ഇത് ഉണ്ടെങ്കിൽ ഓക്സിലിയറി വെർബ് ഉണ്ടെങ്കിൽ ഈ ഓക്സിലിയറി വെർബുകൾക്കാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. എന്നിട്ടേ മറ്റു വെർബുകൾക്ക് ആവശ്യം വരുന്നുള്ളൂ. ഓക്സിലിയറി വെർബുകൾ എന്ന് പറഞ്ഞപ്പോൾ ഈസ്, ആം, ആർ, വാസ്, വെയർ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഹി വാസ് എ ടീച്ചർ എന്ന് പറയുകയാണെങ്കിലോ, ഹി വാസ് എ ടീച്ചർ എന്ന് പറയുകയാണെങ്കിൽ വാസിൻ്റെ ഹി അല്ലേ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്സിലിയറി വെർബ് ഈസ്, ആം, ആർ, വാസ്, വെയർ, ഡു, ഡസ് അല്ലേ, അങ്ങനത്തെ പിന്നെ ഹാസ്, ഹാവ്, മേ, മൈറ്റ്, ക്യാന്, വില്ല്, വുഡ്, ക്യാന്, കുഡ് ഇതൊക്കെയാണ് അതിൻ്റെ ഓക്സിലിയറി വെർബുകൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവർക്കാണ് പ്രൈമറി ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇവരായിരിക്കണം ക്വസ്റ്റ്യൻ ടാഗിൽ ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ അതും അടുത്ത ഒരു ടിപ്പ് പോയിൻ്റായി. ഇനി നെക്സ്റ്റ് ദീസ്, ദോസ്, ഫ്യൂ അല്ലെങ്കിൽ നോ ഈ പറഞ്ഞ പോലെ തന്നെ നെയ്തർ, സംബഡി, സംവൺ, എനിബഡി, നോബഡി എന്നൊക്കെ പറഞ്ഞ് വരികയാണെങ്കിൽ നെഗറ്റീവ് ആണ് നമുക്കറിയാം. പക്ഷെ അവിടെ സബ്ജക്റ്റ് ദേ ആയിരിക്കും. നമ്മൾ അതന്നെ എടുത്ത് ഇങ്ങോട്ട് എഴുതരുത്. ദയർ എന്നുള്ള സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ദയർ തന്നെയായിട്ട് എടുത്ത് എഴുതാം. എന്നാൽ നേരെ മറിച്ച് ദേ, ദോസ് അല്ലെങ്കിൽ സംബഡി, സംവൺ, എനിബഡി എന്നൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യനിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ക്വസ്റ്റ്യൻ ടാഗിലേക്ക് എടുത്ത് എഴുതുമ്പോൾ വെർബ് കഴിഞ്ഞിട്ട് ഈ സംബഡി അല്ലെങ്കിൽ നോബഡി അല്ലെങ്കിൽ എനിബഡി എന്നല്ല എഴുതേണ്ടത്, ദേ എന്നാണ് എഴുതേണ്ടത്. പ്ലൂരൽ ഫോമുകളെ മൊത്തം നമ്മൾ ദേ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതും അറിയുന്ന കാര്യം. അപ്പോൾ രണ്ടാമത്തെ ടിപ്പ് അതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ദേ എന്ന് മാത്രം ചെയ്താൽ മതി. ഇനി നെക്സ്റ്റ് പറഞ്ഞത് ഇമ്പരറ്റീവ് സെൻറ്റൻസിൽ ശരിക്കും ക്വസ്റ്റ്യൻ്റെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇമ്പരറ്റീവ് സെൻറ്റൻസ് ശരിക്കും നമ്മൾ പൊളൈറ്റിലായിട്ട് പറയുമ്പോൾ ശരിക്കും ക്വസ്റ്റ്യൻ ടാഗ് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ വില്യൂലാണ് ശരിക്കും ക്വസ്റ്റ്യൻ ചെയ്തത്. വില്യൂ അതിൻ്റെ ഒരു ഫോമാണ് ശരിക്കും. ഇമ്പരറ്റീവ് സെൻറ്റൻസ് ഞാൻ അങ്ങനെ ഒരു മിണ്ടാതിരിക്കാൻ പറയില്ലേ, ഷട്ടപ്പ് യുവർ മൗത്ത് എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയുക, ഇമ്പരറ്റീവ് സെൻറ്റൻസിൽ പെടും. അല്ലെങ്കിൽ ഈ പൊളൈറ്റിന് രീതിയിൽ പറയുന്നതാണെങ്കിലും നമ്മൾ വില്യൂ പ്ലീസ് എന്നുകൊണ്ട് പറയില്ലേ. അപ്പോൾ അങ്ങനെ വില്യൂ ആണ് അതിൻ്റെ സാധാരണ ഇമ്പരറ്റീവ് സെൻറ്റൻസ്. അപ്പോൾ സെൻറ്റൻസ് ഏതാണെന്ന് അറിഞ്ഞിരിക്കണം. ഇമ്പരറ്റീവ് സെൻറ്റൻസിൽ സാധാരണ ക്വസ്റ്റ്യൻ ടാഗ് യൂസ് ചെയ്യുന്നത് വില്യൂ വെച്ചിട്ടായിരിക്കും. പിന്നെ പെട്ടെന്ന് മോർ അർജൻസി കാണിക്കുന്ന കേസുകളിലൊക്കെ, പെട്ടെന്ന് നല്ലോണം അർജൻസി കാണിക്കുന്ന കേസുകളിലൊക്കെ വോണ്ട് യു ആയിരിക്കും. അതാണ് ക്വസ്റ്റ്യൻ ടാഗിൽ അടുത്ത ഒരു കാര്യം. വില്യൂ തെറ്റാന്ന് പറയില്ല, പക്ഷേ വില്യൂ അല്ല, കൂടുതലും PSC ടൈമുകളിൽ കുറച്ച് വോണ്ട് യു ആയിരിക്കും. ഇപ്പോൾ ഡ്രൈവ് കെയർഫുള്ളി, ബി കെയർഫുൾ എന്നൊക്കെ പറയുകയാണെങ്കിൽ ശരിക്കും ഇമ്പരറ്റീവിൽ വരുന്നത് തന്നെയാണ്. ഒരു ആജ്ഞ പോലെ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു അപേക്ഷ പോലെ പറയുകയാണ്. പക്ഷേ അത് കുറച്ചും കൂടി അർജൻസിനെ കാണിക്കുന്നത്. അല്ലെങ്കിൽ റൺ ഫാസ്റ്റ്ലി എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അർജൻസിയാണ് കാണിക്കുന്നത്. അങ്ങനെ കാണിക്കുമ്പോൾ വോണ്ട് യു ആയിരിക്കും. കുറച്ചും കൂടിയും അതിൻ്റെ ശരിയായ ആൻസർ വോണ്ട് യു എന്നായിരിക്കും. പിന്നെ നമുക്കറിയുന്നത് ലെറ്റസ് വെച്ച് തുടങ്ങുമ്പോൾ ലെറ്റസ് ഗോ ഫോർ എ വോക്ക്, ലെറ്റസ് ഗോ ഫോർ എ വോക്ക് അങ്ങനെ വെച്ച് തുടങ്ങുമ്പോൾ നമുക്ക് എന്തായിരിക്കും, ഷാൾവി ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുക. പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്നുകൂടി ഹൈലൈറ്റ് ചെയ്ത് ഓർമ്മപ്പെടുത്തുകയാണ്. തന്നിരിക്കുന്ന സെൻറ്റൻസ് പോസിറ്റീവ് സെൻറ്റൻസ് ആണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് അതിൻ്റെ ആൻസറായിട്ട് വരിക നെഗറ്റീവും, നെഗറ്റീവ് സെൻറ്റൻസ് ആയിട്ടാണ് വരുന്നതെങ്കിൽ അതിൻ്റെ ആൻസറായിട്ട് വരെ പോസിറ്റീവ് ആണ്. ഇതെല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും സുപ്രധാനമായൊരു കാര്യമാണ്. ഇനി എങ്ങനെയാണ് നെഗറ്റീവ് സെൻറ്റൻസിനെയും പോസിറ്റീവ് സെൻറ്റൻസിനെയും നമ്മൾ വേർതിരിക്കുക? നെഗറ്റീവ് സെൻറ്റൻസിൽ നെഗറ്റീവ് ടേംസുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ നോട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ പ്രധാനമായിട്ട് നോ, നോട്ട് എന്നുള്ള നെഗറ്റീവ് അർത്ഥം വരുന്ന ആൾക്കാരെ ഡയറക്റ്റായിട്ട് കാണും. ചില കേസ് നമ്മൾ കാണില്ല. അതാണ് സ്കേഴ്സ്ലി, ഹാർഡ്ലി, റയർലി എന്നൊക്കെ പറയുന്ന നെയ്തർ, നത്തിങ്, നോബഡി എന്നൊക്കെ പറയുന്ന സെൻറ്റൻസുകൾ നെഗറ്റീവ് സെൻറ്റൻസ് ആയിട്ട് നമ്മളെ പരിഗണിക്കുള്ളൂ. പിന്നെ ഞാൻ മറക്കണ്ടല്ലോ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വെർബ് പ്ലസ് സബ്ജക്റ്റ് ആയിട്ടാണ് ഷോർട്ട് ഫോം ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് നമ്മളത് ചെയ്യാമെന്നും പറഞ്ഞിരുന്നു.
അപ്പോൾ വെർബ് ഇല്ലെങ്കിൽ നമുക്ക് സഹായക ക്രിയകളുടെ ഇത് തേടാം. പ്രധാനമായിട്ടുള്ള വെർബ് അവിടെ ഇല്ലെങ്കിൽ നമുക്ക് ഡു, ഡസ്, ഹാസ്, ഹാവ്, ഈസ് അങ്ങനത്തെ സഹായക ക്രിയകളുടെ സാന്നിധ്യത്തിലാണ് നമ്മൾ ഇത് കംപ്ലീറ്റ് ആക്കുക, പൂർത്തിയാക്കുക. പ്ലസ് സബ്ജക്റ്റ് ആരോഗ്യ എന്നുള്ളത്. അപ്പോൾ തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐ ആം ഇൻഡീഡ് ലക്കി. ഞാൻ യഥാർത്ഥത്തിൽ ഭാഗ്യവാനാണ്. ആണോ? അതാണ് ശരിക്കും മലയാള അർത്ഥം വരുമ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ചോദ്യം വരിക. ക്വസ്റ്റ്യൻ ടാഗ് ഞാൻ യഥാർത്ഥത്തിൽ ഭാഗ്യവാനാണ്. ആണോ? സ്വയം ഒരു ചോദ്യം വരിക. അപ്പോൾ എന്താ വരിക? ഐ ആം ഇൻഡീഡ് ലക്കി അല്ലേ? ഐ ആം, അവിടെ സബ്ജക്റ്റ് ആരാ? ഐ ആം. ഞാൻ എന്നെ തന്നെയാണ് പറയുന്നത് ഇൻഡീഡ് ലക്കി. വേറെ നെഗറ്റീവ് അർത്ഥങ്ങളൊന്നും സെൻറ്റൻസിൽ കാണാനില്ല. ആ പോസിറ്റീവ് സെൻറ്റൻസ് ആണത്. അപ്പോൾ നമുക്ക് ടാഗ് എന്താ വരിക? നെഗറ്റീവാണ് വരിക. അപ്പോൾ സബ്ജക്റ്റിന് നമ്മളെടുത്ത് ആം എന്ന് പറയുന്ന സബ്ജക്റ്റിനെടുത്ത് നമ്മൾ നെഗറ്റീവ് കൊടുക്കുമ്പോൾ ആമിൻഡ് അതാണോ വരിക? അങ്ങനെയല്ല വരിക. ഒരിക്കലും ആമിൻഡ് എന്നുള്ളൊരു പദപ്രയോഗം ഇംഗ്ലീഷിലില്ല, ശ്രദ്ധിക്കണം. അപ്പോൾ അവിടെ എന്താ വരിക? ആറിൻറ്റ്. ആറിൻറ്റ് എന്ന് പറഞ്ഞാൽ ആർ നോട്ട്, അതിന് ഷോർട്ട് ഫോം ചെയ്ത് എഴുതണ ആറിൻറ്റ് ഐ അല്ലേ? ആറിൻറ്റ് ഐ ആണ് അതിൻ്റെ ആൻസർ വരിക. അപ്പോൾ തന്നിരിക്കുന്നത് പോസിറ്റീവ് ടാഗായ കാരണം കൊണ്ട് നെഗറ്റീവ് ആൻസർ വരുമ്പോൾ എന്താ? നെഗറ്റീവ് വരുന്ന രീതിയിൽ ആർ നോട്ട് ഐ അല്ലെങ്കിൽ ആറിൻറ്റ് ഐ അങ്ങനെ പറയുള്ളൂ. ആർ നോട്ട് ഇപ്പോൾ സാധാരണ പറയില്ല, ആറിൻറ്റ് ഐ. രണ്ടാമത്, നത്തിങ് വാസ് നോൺ എബൌട്ട് ഹിം. അവനെക്കുറിച്ചിട്ട് ഒരു വിവരവും ഇല്ല. ഒരു നെഗറ്റീവ് സെൻറ്റൻസ് അല്ലേ അത്? കേൾക്കുമ്പോൾ നമുക്കറിയാം അവനെക്കുറിച്ചിട്ട് ഒരു വിവരവും നമുക്കില്ല. നത്തിങ് വാസ് നോൺ എബൌട്ട് ഹിം, അവനെക്കുറിച്ചിട്ട് ഒരു വിവരവും ഇല്ല. അപ്പോൾ എന്താ പറയുക? തന്നിരിക്കുന്ന നെഗറ്റീവ് സെൻറ്റൻസ്. ഇനി അതിലേതാ നോക്കുക? നമ്മളത് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല, അതിനാണ് ആ ഡാഷ് അവിടെ ഉള്ളത്. അതിലെ വെർബ് എടുക്കുക. നത്തിങ് വാസ് നോൺ എബൌട്ട് ഹിം. വാസിനെടുത്തു. ഇനി നത്തിങ് വാസ് നോൺ എബൌട്ട് ഹിം അല്ലേ? തന്നിരിക്കുന്നത് നെഗറ്റീവ് സെൻറ്റൻസ് ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് വാസിനോടുകൂടി നോട്ട് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. നത്തിങ് വാസ് നോൺ എബൌട്ട് ഹിം. അപ്പോൾ വാസ് ഇറ്റ്. വാസ് ഇറ്റ് ആണോ എന്നുള്ള കണ്ടീഷനിൽ ചോദിക്കുന്നുണ്ട്. വാസ് ഇറ്റ്. മൂന്നാമത്തെ, ദേ വിൽ നോട്ട് കം ഹിയർ ടുമാറോ. അവർ നാളെ ഇങ്ങോട്ട് വരില്ല. വിൽ നോട്ട്. അപ്പോഴും അവിടെ എന്താ? നോട്ട് ഉണ്ട്, നെഗറ്റീവ് സെൻറ്റൻസ് ആണ് അല്ലേ? ദേ വിൽ നോട്ട് കം ഹിയർ ടുമാറോ. അപ്പോൾ ഏതാ? സിമ്പിൾ നല്ലത്. എന്താ? വില്ലെടുക്കുക. തന്നിരിക്കുന്ന സെൻറ്റൻസ് നെഗറ്റീവ് ആയതുകൊണ്ട് പിന്നെ വേറെ നെഗറ്റീവ് ചേർക്കേണ്ട ആവശ്യമില്ല. ദേ എന്നുള്ള സബ്ജക്റ്റിൽ തന്നിട്ടുണ്ട്. അപ്പോൾ വിൽ ദേ വിൽ നോട്ട് കം ഹിയർ ടുമാറോ. അപ്പോൾ ഏതാ? വിൽ ദേ. അപ്പോൾ കിട്ടി. ഏകദേശം അതിൻ്റെ പ്രാക്ടീസിലേക്ക് കറക്റ്റ് ട്രാക്കിലായി എന്ന് വിശ്വസിക്കുന്നു. നാലാമത്തെ എടുക്കുക. ദ പ്രൊജക്റ്റ് വാസ് ഹൈലി റിവാർഡിങ് ടു ദ റൂറൽ പീപ്പിൾ. ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റ് എന്താ പറയുക, സമൂഹത്തിലെ താഴെ തട്ടിലുള്ള ആൾക്കാർക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും അല്ലേ? ഹൈലി റിവാർഡിങ് അല്ലെങ്കിൽ അവർക്ക് നല്ല ഫേവർ ഉള്ളതായിരിക്കും. ദ പ്രൊജക്റ്റ് വാസ് ഹൈലി റിവാർഡിങ് ടു ദ റൂറൽ പീപ്പിൾ അല്ലേ? അവിടെയും തന്നിരിക്കുന്നത് ഒരു ആ സെൻറ്റൻസ് വായിച്ച് നോക്കുമ്പോൾ നമുക്കൊരു നെഗറ്റീവ് അർത്ഥവും കാണുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ശരിക്കും അതിൽ ആ ഓക്സിലറി അല്ല വെർബ് ഏതാ നോക്കും? വാസ് ആണ്. അപ്പോൾ അവിടെ നെഗറ്റീവ് അർത്ഥമില്ല. അല്ലെങ്കിൽ അപ്പോൾ അതുകൊണ്ട് നമ്മൾ വാസ് ഇൻ ഇറ്റ് നമ്മൾ കൊടുക്കുമ്പോൾ അത് നെഗറ്റീവായിട്ട് കൊടുക്കും. വാസ് ഇൻ ഇറ്റ്. പ്രൊജക്റ്റ് വാസ് ഹൈലി, ഇവിടെ വാസ് ആയതുകൊണ്ട് ഇവിടെ വാസ് ഇൻ ഇറ്റ്. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നൺ ഓഫ് ദം അറൈവ്ഡ് ഇൻ ടൈം. ശ്രദ്ധിക്കുക, നോക്കിയ ക്വസ്റ്റ്യൻ കണ്ടിട്ട് എന്താ മനസ്സിലാക്കണത്? നൺ ഓഫ് ദം അറൈവ്ഡ് ഇൻ ടൈം അല്ല, നൺ ഓഫ് ദം അറൈവ്ഡ് ഇൻ ടൈം. സമയത്ത് ഒരാൾ പോലും എത്തിയില്ല. സെൻറ്റൻസ് കേട്ടിട്ട് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ അത്ര സുഖകരമല്ലാത്ത രീതിയിലാണ് പറയുന്നത് അല്ലേ? നമുക്ക് ആ ടോൺ വരെ ഊഹിക്കാൻ പറ്റും. സമയത്ത് ഒരാൾ പോലും എത്തിയില്ല. അപ്പോൾ ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. നെഗറ്റീവ് സെൻറ്റൻസ് ആയതുകൊണ്ട് ഓൾറെഡി ക്വസ്റ്റ്യനിൽ നെഗറ്റീവ് ഉള്ളതുകൊണ്ട് നമുക്ക് എന്താ? നെഗറ്റീവ് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഏതാ വരിക? ഇനി അടുത്ത് വെർബ് നോക്കുക. പോസിറ്റീവാന്ന് മനസ്സിലായി. ഇനി അടുത്ത് വെർബ് ഇവിടെ എന്താ? നമുക്ക് നോക്കുമ്പോൾ എറൈവ്ഡ് എന്ന് പറഞ്ഞ വെർബാണ് നമുക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അപ്പോൾ അങ്ങനെ അതിൽ ഒളിഞ്ഞിരിക്കുന്നത് ഏതാ? നമ്മളെ ഓക്സിലറി വെർബായിട്ടുള്ള ഡൂവിൻ്റെ ഫോമുള്ള ഏതാ? ഡു, ഡസ് അല്ലേ? ഡിഡാണ്. എറൈവ്ഡ് ഇ ഫോർമാറ്റ് ആയതുകൊണ്ട് ഡൂവിൻ്റെ ഡിഡ് ഫോമാണ്. അപ്പോൾ ഡിഡ് ദേ അല്ലേ? അവിടെ നെഗറ്റീവ് ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ. ഡിഡ് ദേ. നെക്സ്റ്റ്, ഫ്യൂ പീപ്പിൾ ന്യൂ ദ ആൻസർ. ഫ്യൂ പീപ്പിൾ ന്യൂ ദ ആൻസർ. എന്താ ഫ്യൂ പീപ്പിൾ ന്യൂ ദ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്യൂ ഫ്യൂ അല്ലെങ്കിൽ ലിറ്റിൽ ഇത് ഇംഗ്ലീഷിൽ അടുത്ത ടേംസ് ആയിട്ട് പഠിക്കാനുള്ളതാണ്. ക്വസ്റ്റ്യൻ ടാഗിൽ മാത്രമല്ല. ഫ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നത്തിങ് എന്നാണ് അർത്ഥം. ഒന്നുമില്ല. നെഗറ്റീവ്, കംപ്ലീറ്റ്ലി നെഗറ്റീവാണ്. ഫ്യൂ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, കംപ്ലീറ്റ്ലി നെഗറ്റീവ് മീനിങ്ങാണ്. ഫ്യൂ എന്ന് പറഞ്ഞാൽ കുറച്ചെങ്കിലും ഉണ്ട്. അല്ലെങ്കിൽ അതുപോലെ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ലിറ്റിൽ എന്ന് പറഞ്ഞാൽ കുറച്ചെങ്കിലും ഉണ്ട്. അതുപോലെ തന്നെ അതെന്തായാലും നോക്കണം നിങ്ങൾ. ഫ്യൂ അല്ലേ? അതുപോലെ മച്ച്, മോറ്, മെനി ഇതിൻ്റെയൊക്കെ ഒരു യൂസേജ് എങ്ങനെയാണെന്ന് ജസ്റ്റ് നോക്കണം. അപ്പോൾ ഫ്യൂ പീപ്പിൾ ന്യൂ ദ ആൻസർ. ഇവിടെ നെഗറ്റീവാണ്. ഒരാൾക്ക് പോലെ ആൻസർ അറിയില്ല എന്നുള്ള അർത്ഥത്തിൽ ഞാൻ സാധാരണ പറയുന്നത് ഫ്യൂ പീപ്പിൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നോക്കുക, വീണ്ടും അതേപോലെ തന്നെയാണ് അല്ലേ? ഏതാ അതും വരിക? ന്യൂ എന്ന് പറയുമ്പോൾ ഏതാ വെർബ് വരിക? അതിൽ നോ, ന്യൂ അല്ലേ? കെ സൈലൻ്റ് ആണ്.
നോ, KNOW അറിയുക, അതിൻ്റെ പാസ്റ്റ് ടെൻസ് എന്തായിരിക്കും? KNEW ന്യൂ. അപ്പോൾ അത് പാസ്റ്റ് ഫോമിലാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഡിഡ് ദേ, വീണ്ടും ഡിഡ് ദേ. അടുത്തത് ഷീ സാങ് വെൽ, അവൾ നന്നായിട്ട് പാട്ട് പാടി. പാടിയോ? അതാണ് വീണ്ടും ചോദിക്കുന്നത് ക്വസ്റ്റ്യൻ ആയിട്ട്. അവൾ നന്നായി പാട്ട് പാടി. അപ്പോൾ ഉടനടി കേൾക്കുന്ന ആൾ പാടിയോ എന്ന് ചോദിക്കില്ലേ? അത് തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ശരിക്കും മലയാളീകരിച്ച അർത്ഥം. അപ്പോൾ ഷീ സാങ് വെൽ, കഴിഞ്ഞു പോയൊരു കാര്യമാണ്, പാടി. സിങ്ങിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. അവിടെ വീണ്ടും ഡിഡ്, നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച പോലെ ഡിഡ് തന്നെയാണ് വേണ്ടത്. പക്ഷേ നമുക്ക് ഇവിടെ എന്താ ശരിക്കുള്ളത്? ഷീ സാങ് വെൽ, അതിലേതാ? അവൾ നന്നായി പാടി, നന്നായിട്ട് പാടി. അതിൻ്റെ അർത്ഥം നല്ല പ്ലസൻ്റ് ആയിട്ട് പറയുന്നത്. അതുകൊണ്ട് അത് പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. ഷീ സാങ് വെൽ, അത് പോസിറ്റീവ് സെൻറ്റൻസ് ആയതുകൊണ്ട് നമുക്ക് ആൻസറിൽ എന്ത് ചെയ്യണം? നെഗറ്റീവ് ചേർക്കണം. അപ്പോൾ ഡിഡിൻ്റെ കൂടെ എന്ത് വേണം? നോട്ട് വേണം. അപ്പോൾ ഡിഡിൻ്റെ കൂടെ നോട്ട് ഒരുമിച്ച് വായിക്കണതിന് എന്ത് പറയും? ഡിഡിൻറ്റ്. ഈ സബ്ജക്റ്റ് ആരാ? ഷീ. അപ്പോൾ ഡിഡിൻറ്റ് ഷീ. ലാസ്റ്റ് വൺ, പുവർ പീപ്പിൾ ഹാഡ്ലി ഗെറ്റ് ലോൺസ് ഫ്രം നാഷണലൈസ്ഡ് ബാങ്ക്സ്. അത് വായിക്കുമ്പോൾ നമുക്ക് അർത്ഥം മനസ്സിലായി. എന്താ? പാവപ്പെട്ട ജനങ്ങൾക്ക് ദേശസാൽകൃത ബാങ്കുകളിൽ നിന്നും, നാഷണലൈസ്ഡ് ബാങ്കുകളിൽ നിന്നും ലോൺ ലഭിക്കാറില്ല. അപ്പോൾ ലഭിക്കാറില്ല എന്ന ഇത് അർത്ഥം ഈ സെൻറ്റൻസിൽ എവിടെയാണ്? നമുക്ക് അവിടെ നോട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും കാണാറില്ല. ഡിഡിൻറ്റ് ഗെറ്റ് അങ്ങനെ ഒന്നുമില്ല. ഡിഡിൻറ്റ് ഗെറ്റ്, ഷുഡിൻറ്റ് ഗെറ്റ് അങ്ങനെ ഒന്നും കാണുന്നില്ല. പിന്നെ എങ്ങനെ നമുക്ക് മനസ്സിലായത് അത് നെഗറ്റീവ് സെൻറ്റൻസ് ആണ്? അതാണ് ഞാൻ നേരത്തെ മുമ്പ് പറഞ്ഞിട്ടുള്ളത്. ഹാർഡ്ലി, സ്കേഴ്സ്ലി, ബെയർലി അല്ലേ? ഇങ്ങനത്തെ കാര്യങ്ങൾ ശരിക്കും വരുമ്പോൾ അവിടെ നെഗറ്റീവ് മീനിങ് ആണ് വരിക. അപ്പോൾ അവിടെ ഹാർഡ്ലി ഗെറ്റ് ലോൺസ് ആണ്. ഗെറ്റാണ്, ശ്രദ്ധിക്കുക. ഗെറ്റ് ലോൺസ് എന്ന് പറയുമ്പോൾ ഡു ഫോമാ. ഗെറ്റ് എന്ന് പറയുമ്പോൾ പ്രസൻറ്റ് ഫോമാ. അപ്പോൾ അതിൽ ഡു ഫോമാ. അപ്പോൾ എന്താ പറയുക? ഹാർഡ്ലി ഗെറ്റ് ലോൺസ് ഫ്രം നാഷണൽ, ലഭിക്കാറില്ല, നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആൻസർ പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ ഡു ഫോം എന്ന് പറയുമ്പോൾ ഏതാ? ഡു ദേ. ഡു ദേ. ഓക്കെ, നെക്സ്റ്റ് 9ാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ടാഗാണ് ലെറ്റ്സ് മീറ്റ് ഹിം. നമുക്കവനെ കാണാം. അപ്പോൾ എന്താ ചോദിക്കുക? ലെറ്റ്സ് വെച്ചിട്ട് ഷാൽ വി വേണോ? അല്ലേ? ആവാം. അപ്പോൾ ലെറ്റ്സ് മീറ്റ് ഹിം, ലെറ്റസ് എന്നുള്ളൊരു ഫോർമാറ്റിൽ വരുമ്പോൾ, ലെറ്റസ് നമുക്ക് കാണാം, ചെയ്യാം, അങ്ങനെ നമ്മൾ ചോദിക്കുന്ന കാഷ്വൽ വാക്കുകൾക്ക് ചോദിക്കുന്ന ഒരു പദപ്രയോഗമാണ് ലെറ്റസ് വെച്ചിട്ട്. അപ്പോൾ അതിനെപ്പോഴും ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ആൻസർ എന്തായിരിക്കും? അവിടെ നെഗറ്റീവ് പോസിറ്റീവ് വ്യത്യാസമൊന്നുമില്ല. ഷാൽ വി എന്നായിരിക്കും. അപ്പോൾ എന്തായിരിക്കും? ഷാൽ വി. തേർഡ് ഓപ്ഷനാണ് ആൻസറായിട്ട് വരിക, ലെറ്റസ് എന്നുള്ളതിൽ. അപ്പോൾ ലെറ്റ് മീ വരുമ്പോൾ ശരിക്കും എന്തായിരിക്കും? ലെറ്റ് മീ ശരിക്കും വരുമ്പോൾ ലെറ്റ് മീ ടേക്ക് യുവർ പെൻ അല്ലേ? ഞാൻ എൻ്റെ പേൻ എടുത്തോട്ടെ അല്ലേ? വിൽ യു, അതാണ് വരിക. ലെറ്റ് മീ വരുമ്പോൾ എപ്പോഴും വില്ലും, ലെറ്റസ് എന്ന് പറയുമ്പോൾ ഷാൽ വി, അത് തന്നെയാണ് ആൻസറായിട്ട് വരിക, മറക്കരുത്. 10ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഗേറ്റ് കീപ്പർ വുഡ് നോട്ട് ലെറ്റ് ദെം ഇൻ. ആ ഗേറ്റ് കീപ്പർ അവരെ അകത്തേക്ക് കടത്തി വിട്ടില്ല. അപ്പോൾ വീണ്ടും ഇല്ലേ എന്ന് ചോദിക്കണം. അപ്പോൾ ഓൾറെഡി അവിടെ എന്താ? ദ ഗേറ്റ് കീപ്പർ വുഡ് നോട്ട് ലെറ്റ് ഹിം അല്ലേ? അപ്പോൾ എന്താ വരിക? അർത്ഥം വരിക അവിടെ വുഡ് നോട്ട്. ഓൾറെഡി നമുക്ക് എന്തുണ്ട്? നെഗറ്റീവ് ഉണ്ട്. വുഡ് നോട്ട് ലെറ്റ് ദം ഇൻ. പിന്നെ സഹായക ക്രിയ എന്നുള്ള രീതിയിൽ നമ്മൾ വുഡും അവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ പഠിച്ചിരുന്നു 24 സഹായക ക്രിയകളെ കുറിച്ചിട്ട്. ആ സഹായക ക്രിയകൾ തന്നെയാണ് ഇവിടെ ബാക്ക് ബോൺ ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നത് ഈ ക്വസ്റ്റ്യൻ ടാഗിൽ. അപ്പോൾ വുഡ് എന്ന് പറയുന്ന സഹായക ക്രിയ ഉണ്ട്. വുഡ് നോട്ട് അവിടെ ഉള്ളതുകൊണ്ട് പിന്നെ വേറെ നോട്ട് അല്ലെങ്കിൽ നെഗറ്റീവിൻ്റെ ആവശ്യം വരുന്നില്ല. വുഡ് എന്താ വരിക? വുഡ് ഹി, ദ ഗേറ്റ് കീപ്പർ എന്നുള്ള കണ്ടീഷനിൽ വരുമ്പോൾ വുഡ് ഹി തന്നെയാണ് വരിക. 11ാമത്തെ ക്വസ്റ്റ്യൻ, നൺ ഓഫ് പ്ലെയേഴ്സ് കെയിം ഇൻ ടൈം. ഒറ്റ കളിക്കാരും സമയത്ത് എത്തിയിട്ടില്ല. നൺ ഓഫ് അവിടെ നെഗറ്റീവ് അർത്ഥം തന്നെയാണ്. പ്ലെയേഴ്സ് കെയിം ഇൻ ടൈം. ഇവിടെ പ്രത്യേകിച്ച് സഹായക ക്രിയകൾ ഒന്നും കാണുന്നില്ല. കെയിം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന സാധാ ക്രിയകൾ അല്ലെങ്കിൽ ഡയറക്റ്റ് ക്രിയകൾ, ഡയറക്റ്റ് വെർബ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ കെയിം എന്നുള്ളതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന സഹായക ക്രിയകളെ കണ്ടെത്തുക എന്നുള്ളതാണ് അടുത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു സാധാരണ ക്രിയകൾ കെയിം, കം കെയിം, അങ്ങനെ അല്ലെങ്കിൽ ജമ്പ്ഡ് അല്ലെങ്കിൽ വാക്ക്ഡ്, സ്വിം അല്ലേ? ഇതിലൊക്കെ ഒളിഞ്ഞിരിക്കുന്ന ആൾക്കാർ ഏതാ ഫോമുകളാന്ന് പറഞ്ഞാൽ ഡൂവിൻ്റെ ഫോമുകളാന്ന് നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ അവിടെ സഹായക ക്രിയയായിട്ട് ഡൂ ഫോംസ് ഉള്ളതാണ്. ഇത് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് അതെന്താ വരിക? കെയിം എന്നുള്ളതായതുകൊണ്ട് ഡിഡ് വരും. കം എന്നുള്ളതാണെങ്കിൽ എന്ത് വന്നേനെ? ഡു വന്നേനെ. ഇവിടെ കെയിം എന്നുള്ളതായതുകൊണ്ട് ഡിഡ് വന്നു. പിന്നെ ഓൾറെഡി നെഗറ്റീവ് നമുക്ക് ക്വസ്റ്റ്യനിലുള്ളതുകൊണ്ട് നമ്മൾ വേറെ നെഗറ്റീവിൻ്റെ ആവശ്യം വന്നില്ല. ഡിഡ് ദേ. 12ാമത്തെ ക്വസ്റ്റ്യൻ, ദേ ആർ ഓൾവേസ് ലേറ്റ്. അവരെപ്പോഴും ലേറ്റാണ്. ആണോ? അതാണ് ചോദ്യം. ദേ ആർ ഓൾവേസ് ലേറ്റ്. അവരെല്ലാം എപ്പോഴും വൈകിട്ടാണ് വരാറുള്ളത്. ആണോ എന്നുള്ളത്. അത് സാധാരണ ഏത് ചോദിക്കുക? ദേ ആർ ഓൾവേസ് ലേറ്റ്. അപ്പോൾ നമ്മളെന്താ ക്വസ്റ്റ്യനിൽ വേറെ പ്രത്യേകിച്ച് നോട്ട് നോ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് പോസിറ്റീവ് ടാഗാണ്. അപ്പോൾ ഉത്തരം നെഗറ്റീവിലേക്ക് കൊടുക്കണം. അപ്പോൾ ആർ എന്നുള്ളത് എടുത്തു, സബ്ജക്റ്റ് ദേ എന്നുള്ളതും അതൊന്നും എടുത്തു. ആർ ദേ എന്നാണോ കൊടുക്കുക? അല്ല. ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് സബ്ജക്റ്റ് എന്താക്കി കൊടുക്കണം? നെഗറ്റീവ് ആക്കി കൊടുക്കണം. അപ്പോൾ ആർ ഇൻറ്റ് ദേ.
ആർ ഇൻറ്റു ദേ. മറക്കരുത്, സബ്ജക്റ്റ് നോക്കുക, വെർബ് നോക്കുക, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കുക. ഇത്തരം കാര്യങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 13. ഹാവ് അനദർ കപ്പ് ഓഫ് ടീ. ഒരു കപ്പ് ചായയും കൂടി ആവാം അല്ലേ? ചോദ്യമാണ്. എന്താ ആൻസർ വരിക? അപ്പോൾ നമ്മൾ സാധാരണ പഠിച്ച പ്രകാരം നമ്മൾ ഇതിലെ ഓക്സിലറി വെർബായിട്ടുള്ള ഹാവ് എടുത്ത് അനദർ കപ്പ് ഓഫ് ടീ അല്ലേ, ഹാവ് ഇറ്റ്, അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തോ ഹാവ് യു, ഇതൊക്കെ ചോദ്യം വരുള്ളൂ. പക്ഷേ നമ്മൾ പഠിച്ചിരുന്നത് എന്താ, വേറൊരു സ്പെഷ്യൽ റൂൾ പഠിച്ചിരുന്നത് എന്താ, ഇമ്പരറ്റീവ് സെൻറ്റൻസുകൾ. ഇമ്പരറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് രൂപത്തിൽ വരുന്നതോ അല്ലെങ്കിൽ ഒരു ഓർഡർ രൂപത്തിൽ വരുന്നതോ ഒക്കെ ആയിട്ടുള്ള ആജ്ഞ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ബെഗ് ചെയ്യുന്ന രീതിയിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് വരുമ്പോൾ നമ്മൾ വിൽ യു ആണ് ഉപയോഗിക്കുക. വിൽ യു മറക്കരുത്. അപ്പോൾ ഹാവ് അനദർ കപ്പ് ഓഫ് ടീ, ഒരു കപ്പ് ചായയും കൂടി ആവാല്ലേ, വിൽ യു വേണോ എന്നാണ് ചോദിക്കുന്നത്, ആവാല്ലേ വേണ്ടേ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ വിൽ യു അതാണ് ആൻസർ വരിക. ഇമ്പരറ്റീവ് മറക്കരുത്, ഇമ്പരറ്റീവ് സെൻറ്റൻസുകളിൽ രീതിയിൽ ക്വസ്റ്റ്യൻ മാർക്ക് ക്വസ്റ്റ്യൻ ടാഗ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ വിൽ യു ആയിരിക്കും. പൊളൈറ്റ് വരുമ്പോൾ വുഡ് യു മൈൻഡ് അല്ലേ, വുഡ് യു ആയിരിക്കും. ഇതൊക്കെ നമ്മൾ അന്ന് പറഞ്ഞു കഴിഞ്ഞു. വുഡ് യു മൈൻഡ് പ്ലീസ് പോസ്റ്റ് ദിസ് ലെറ്റർ, അങ്ങനെയൊക്കെ പറയുള്ളൂ. ഈ ലെറ്റർ ഒന്ന് പോസ്റ്റ് ചെയ്യോ, അല്ലെങ്കിൽ വിൽ യു അല്ലെങ്കിൽ വുഡ് യു ആണ് ഈ സെൻറ്റൻസുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കപ്പെടുന്നത്. നെക്സ്റ്റ്, ഐ ആം എൽഡർ ടു യു. ഞാൻ നിന്നേക്കാളും മൂത്തതാണ് അല്ലേ, അതാണ് ചോദ്യം വരുന്നത്. ഞാൻ നിന്നേക്കാളും എൽഡർ ആണ്. അപ്പോൾ എന്താ വരിക, ഐ ആം എൽഡർ ടു യു. പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കുക, സാധാരണ രീതിയിൽ നെഗറ്റീവ് ആൻസറിൽ കൊടുക്കുക. അപ്പോൾ നെഗറ്റീവ് ആൻസറിൽ കൊടുക്കുമ്പോൾ ആമിനെ സബ്ജക്റ്റിനെ നമ്മൾ പുറത്തേക്ക് എടുത്തു, സബ്ജക്റ്റ് അല്ലേ, പിന്നെ എൽഡർ ടു യു. സബ്ജക്റ്റ് ഐ, ഓക്സിലറി വെർബ് ആം. പക്ഷേ ആമിൻ്റെ ഒപ്പം നമ്മൾ നെഗറ്റീവ് വരില്ല എന്ന് പഠിച്ചിട്ടില്ലേ, ആമിൻ്റെ ഐ, അങ്ങനെ ഒരു ടേമേ നമ്മൾ ഇംഗ്ലീഷിൽ കേൾക്കില്ല. പകരം എന്ത് വേണം, ആറിൻ്റെ ഐ, അതാണ് വരിക. നെഗറ്റീവ് നമ്മളിവിടെ കൊടുക്കണ കാരണം കൊണ്ട് മാത്രമാണ് ഈ ആൻസർ വരുന്നത്. പക്ഷേ മുകളിൽ ക്വസ്റ്റ്യൻ നെഗറ്റീവിലെ ക്വസ്റ്റ്യൻ തന്നെച്ചെങ്കിലോ, ആം നോട്ട് എൽഡർ ടു യു, ഞാൻ നിൻ്റെ അത്ര മൂത്തതല്ല എന്ന് പറയുകയാണെങ്കിലോ, അപ്പോൾ നമ്മൾ ആം ഐ തന്നെ കൊടുത്തേനെ പോസിറ്റീവ് ആയതുകൊണ്ട്. പക്ഷേ ഇവിടെ ഓൾറെഡി പോസിറ്റീവ് തന്നെങ്കിൽ ആമിൻ്റെ ഒപ്പം നെഗറ്റീവായിട്ടുള്ള ആമിൻ്റെ ഐ എന്നുള്ളൊരു പദപ്രയോഗം ഇല്ല. പകരം ഏതാ വരിക, ആറിൻ്റെ ഐ. ക്വസ്റ്റ്യൻ നമ്പർ 15. ഹി ഷുഡ് സീ എ ഡോക്ടർ. അവൻ നിർബന്ധമായിട്ട് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിരിക്കണം അല്ലെങ്കിൽ ഡോക്ടറെ കണ്ടിരിക്കണം. നമ്മളൊരു കമാൻഡ് പോലെ അല്ലെങ്കിൽ നിർബന്ധമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഹി ഷുഡ് സീ എ ഡോക്ടർ. അപ്പോൾ ഓക്സിലറി വെർബ് അവിടെ ഷുഡാണ്, സബ്ജക്റ്റ് ഹി ആണ്, സെൻറ്റൻസ് പോസിറ്റീവാണ്. വളരെ സിമ്പിളായിട്ട് ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ഷുഡിൻറ്റ് ഹി അല്ലേ, ഷുഡിൻറ്റ് ഹി നെഗറ്റീവിൽ ആൻസർ കൊടുക്കുമ്പോൾ ഷുഡിൻറ്റ് ഹി. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 16. സം ഓഫ് അസ് വാണ്ടഡ് ടു സ്റ്റേ ലോങ്. നമ്മളിൽ കുറച്ച് പേർക്ക് ഒരു ആഗ്രഹമുണ്ട് കൂടുതൽ കാലം ജീവിക്കണം എന്നുള്ളത് അല്ലേ. വീണ്ടും ഞാൻ ഈ അല്ലേന്ന് ചോദിക്കുന്നത് തന്നെയാണ് അതിൻ്റെ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ രൂപത്തിൽ വരുന്നത്. അപ്പോൾ ആ സം ഓഫ് അസ് വാണ്ടഡ്, സം ഓഫ് അസ് അല്ലേ, നമ്മളിൽ, ആ നമ്മളിൽ എന്ന് അസിൻ്റെ ആ ഫോം ഏതാ, ആൻസറിലേക്ക് വരുമ്പോൾ ഏതായിട്ട് വരിക, സബ്ജക്റ്റായിട്ട് വരിക, വി ആണ് വരിക, വി. അപ്പോൾ ഇത് നമ്മൾ ലെറ്റസ് പഠിച്ചില്ലേ, ലെറ്റസ് ഗോ ഫോർ എ വോക്ക്, ഷാൽ വി അല്ലേ. ഈ അസ് എന്ന് പറയുമ്പോൾ അപ്പോൾ തന്നെ വി മനസ്സിൽ കാണണം. അപ്പോൾ സം ഓഫ് അസ് വാണ്ടഡ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് ടെൻസ് വന്നു, ഇ ഡി ഫോർമാറ്റ് വന്നു, അപ്പോൾ ഡിഡാണ്. അപ്പോൾ ഏതാ വരിക, സം ഓഫ് അസ് വാണ്ടഡ് ടു സ്റ്റേ ലോങ്ങർ, പോസിറ്റീവ് സെൻറ്റൻസ് ആയതുകൊണ്ട് ആൻസർ നെഗറ്റീവിൽ പറയുമ്പോൾ ഡിഡിൻറ്റ് വി ആയിരിക്കും. അപ്പോൾ അത് നോക്കുക. 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ലിറ്റിൽ പ്രോഗ്രസ് ഹാസ് ബീൻ മെയ്ഡ്. എന്താ, നെഗറ്റീവ് സെൻറ്റൻസ് ആണോ പോസിറ്റീവ് സെൻറ്റൻസ് ആണോ? നെഗറ്റീവ് സെൻറ്റൻസ് ആണ് അല്ലേ. എന്തുകൊണ്ടാണ് മനസ്സിലായത്? ഞാൻ പറഞ്ഞ പോലെ ഫ്യൂ, ലിറ്റിൽ എന്നുള്ള വാക്കുകൾ വന്നു കഴിഞ്ഞാൽ, ഹാർഡ്ലി, സ്കേഴ്സ്ലി, ബേസ്ലി അല്ലെ റെയർലി എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ സെൻറ്റൻസിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് നോട്ടൊന്നും കാണിക്കേണ്ട ആവശ്യകത ഇല്ല. അത് നെഗറ്റീവ് സെൻറ്റൻസ് തന്നെയാണ്. അപ്പോൾ അത് നെഗറ്റീവ് സെൻറ്റൻസ് ആണെന്ന് മനസ്സിലായി. ഇനിയപ്പോൾ നമ്മൾ പോസിറ്റീവ് ടാഗാണ് ഉപയോഗിക്കുക. ഇനി അടുത്ത് നോക്കേണ്ടത് അതിൽ ഓക്സിലറി വെർബ് ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഹാസ് അവിടെ കാണാണ്ട്. അപ്പോൾ ഹാസ് ഇറ്റ് അല്ലേ, ഹാസ് ഇറ്റ് ആണ് അതിൻ്റെ ആൻസറായിട്ട് വരിക. ഈ ഇറ്റ് ഇങ്ങനെ വന്നതല്ലേ, പ്രത്യേകിച്ചൊന്നും പരാമർശിക്കാത്ത രീതിയിലുള്ള സബ്ജക്റ്റുകൾ വരികയാണെന്ന് വെച്ചാൽ നമ്മൾ ഇറ്റിലാണ് കൊടുക്കുക അല്ലേ. പ്രോഗ്രസ് അല്ലെങ്കിൽ ഹെൽത്ത്, ഫേമസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇറ്റിലാണ് പറയുക. പിന്നെ ദ ബാഗ്സ് ആർ ഓൺ ദ ടേബിൾ, രണ്ടാമത്തെ ബാഗ്സ് ആർ ഓൺ ദ ടേബിൾ. ആ ബാഗുകളൊക്കെ ടേബിളിൻ്റെ മുകളിലാണ്. ആണോ? പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. സഹായക ക്രിയയായിട്ട് ആറാണ് ഉള്ളത്. ബാഗ്സ് എന്ന് പറയുമ്പോൾ ദേ എന്നുള്ള ഫോർമാറ്റിലാണ് വരിക അല്ലേ. തേർഡ് പേഴ്സൺ ആയതുകൊണ്ട് നമ്മൾ ദേ എന്നുള്ള ഫോർമാറ്റിൽ വരിക. അപ്പോൾ നെഗറ്റീവ് സെൻറ്റൻസ് ആയിട്ട് പറയുമ്പോൾ ആർ ഇൻറ്റ് ദേ, ആർ നോട്ട് ദേ. 19ാമത്തെ ക്വസ്റ്റ്യൻ. യു ക്യാൻ ഹാവ് അനദർ കപ്പ്. നമ്മൾ പഠിച്ചു കുറച്ച് മുമ്പ്, സെയിം സാധനം. ഇമ്പറേറ്റീവ് സെൻറ്റൻസിൽ വന്നു കഴിഞ്ഞാൽ വിൽ യു അല്ലേ, അനദർ കപ്പ് ഓഫ് ടീ, ഹാവ് യു അനദർ കപ്പ് ഓഫ് ടീ എന്നൊക്കെ ചോദിക്കുമ്പോൾ വിൽ യു എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഇനി ഒരു ഗ്ലാസ് ചായ വേണോ
ഒരു പൊളൈറ്റ് ആയിട്ടാണ് ചോദിക്കുന്നത്, ഒരു ബഹുമാനപൂർവ്വമാണ് ചോദിക്കുന്നത്, അതുകൊണ്ടാണ് വിൽ യു വന്നത്. ഇവിടെ അത് തന്നെയാണോ അർത്ഥം വരുന്നത്? യു ക്യാൻ ഹാവ് അനദർ കപ്പ് അല്ലേ, നിനക്ക് വേണമെങ്കിൽ ഒരു കപ്പും കൂടി ആവാം, വേണ്ടേ, അല്ലെങ്കിൽ ക്യാൻ യു, കഴിയില്ലേ എന്നുള്ള അർത്ഥത്തിലാണ് ക്യാൻ. അപ്പോൾ അവിടെ നമ്മൾ ക്യാൻ ഹാവ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാനാണ് പ്രാധാന്യം കൊടുക്കുക, ഹാവിനല്ല. ക്യാൻ ഹാവ് വരികയാണെന്നുണ്ടെങ്കിൽ ക്യാൻ ആണ് ആദ്യം വരുന്ന ഓക്സിലറി വെർബാണ് അവിടുത്തെ ഒരു നട്ടല്, ബാക്ക് ബോൺ. അപ്പോൾ യു ക്യാൻ ഹാവ് അനദർ കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻ നമ്മൾ എടുക്കണം. ഇനി അത് പോസിറ്റീവ് സെൻറ്റൻസ് ആയതുകൊണ്ട് നമ്മൾ അതിനെ നെഗറ്റീവ് ആക്കി. അപ്പോൾ കാണ്ട് യു. ഫൈനൽ വൺ, ഷീ ലീവ്സ് ഇൻ മുംബൈ അല്ലേ, അവൾ മുംബൈയിൽ ജീവിക്കുന്നു. ഷീ ലീവ്സ് എസ് ഫോമാണ്. അപ്പോൾ സഹായക ക്രിയ അതിലേതാ ഒളിഞ്ഞു കിടക്കുന്ന ആൾ? ഡസ് ആണ്. അപ്പോൾ ഡസ് ഷീ ആണ് വരേണ്ടത്, പക്ഷേ തന്നിരിക്കുന്ന സെൻറ്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മളതിനെ നെഗറ്റീവ് ആക്കണം. അപ്പോൾ ഡസിൻ്റ് ഷീ. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വർക്കൗട്ടുകൾ നടത്തുക. പല രീതിയിലുള്ള ക്വസ്റ്റ്യൻ ടാഗ് ഇനിയുണ്ട്. കമാൻഡിങ് പവറിൽ വരുന്നുണ്ട്, വിൽ യു, വുഡ് യു വരേണ്ടതുണ്ട്, വിൽ യു വരേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ ക്യാൻ ഹാവ് വരുന്നതുണ്ട്. പിന്നെ സാധാരണ ഞാൻ പറഞ്ഞ പോയിന്റുകൾ മറക്കരുത്. പോസിറ്റീവ് ടാഗും നെഗറ്റീവ് ടാഗും പെട്ടെന്ന് കണ്ടാൽ അറിയുക. അപ്പോൾ അതിനുവേണ്ടി നെഗറ്റീവ് ടാഗിൽ ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങൾ കാണാതെ പഠിച്ചിരിക്കുക. പിന്നെ അതിൽ പറഞ്ഞ പോലെ തന്നെ വെർബും കറക്റ്റ് ഓക്സിലിയറി വെർബിനൊക്കെ ശരിക്കും മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ.